നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ആ സൈറ്റിലെ പണിക്കാർ. അവർ അവിടെ തന്നെ ചായയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ വെച്ച് കൈകാര്യം ചെയ്യുവാന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ഇറങ്ങാതെ പറഞ്ഞാൽ ചായ കുടിച്ചിട്ടൊക്കെ പോടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക്. ഹായ്, വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ഓട്ടോ ഉണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷക്കല്ല ഓട്ടം, നമ്മുടെ എയ്സ് വണ്ടി, നമ്മൾ സ്ഥിരം ഓടുന്നു ആ വണ്ടിക്കാണ് ഓട്ടം. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം. ബൈക്കില്ല, ബൈക്ക് കഴിഞ്ഞ ദിവസത്തെ വർക്കിന് ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി പോയപ്പം ബൈക്ക് എടുത്ത് അവിടെ എടുത്ത് വണ്ടി ഇടുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചതാണ്, എടുത്തിട്ടില്ല. അതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, നടന്നു പോകാം. തിരിച്ച് വരുന്ന ഒരു ബൈക്കും എടുത്തുകൊണ്ട് വരണം. അപ്പം അതിൻ്റെ ഓട്ടത്തിൻ്റെ വിശേഷങ്ങൾ, ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു പോവാം ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നടന്ന് നമ്മുടെ വണ്ടീൻ്റെ സ്ഥലത്തെത്തി. അറിയാമല്ലോ നമ്മുടെ വണ്ടി, ഇവരും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഓട്ടം. അപ്പോൾ വണ്ടിയിലോട്ട് കയറാം. അങ്ങനെ വണ്ടി കയറി, വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ആ സൗണ്ട് നിന്നിട്ട് സ്റ്റാർട്ടാക്കാം. അയ്യവാ, എണ്ണയില്ല, ഡീസലില്ല, ഡീസൽ അടിക്കണം. അവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഫസ്റ്റ് ഗിയർ വണ്ടി അങ്ങോട്ടൊന്ന് കേട്ടില്ല. ഫ്രണ്ടിൽ മീൻ വണ്ടിയിൽ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുമല്ലോ, ഓർഡറൊക്കെ രാവിലത്തെ. വണ്ടി കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് വേണം ആ സൈഡ് പിടിച്ച് പിടിക്കാൻ. ഉണ്ടോ? അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് കട്ടാക്കുവാണേ, വണ്ടി അങ്ങോട്ട് നോക്കിയെടുക്കണ്ടേ. നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് തുമ്പോളി ഹൈവേന്ന് കുറച്ച് ലെഫ്റ്റിലോട്ട്, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടുന്ന് സാധനം എടുക്കേണ്ടത്. എന്ത് സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനു മുമ്പ് പോകുന്ന വഴി തന്നെ പമ്പിൽ കയറ്റി വണ്ടി ഡീസലും കൂടെ അടിച്ചിട്ട് പോവുക. ഒരു 300 രൂപക്ക് ഡീസൽ അടിക്കാം. ലോക്കൽ ഓട്ടോ ആണെന്നാണ് പറഞ്ഞത്, ദൂരത്തൊന്നുമല്ല, നമ്മുടെ ടൗണിൽ തന്നെ കിടന്നുള്ള ഓട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല ലോഡ്. ഇതെല്ലാം അങ്ങോട്ട് തന്നെ പോകാം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയണം കേട്ടോ. നമ്മുടെ വീഡിയോക്ക് എന്തൊക്കെയാണ് കുറവുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ കുറവുകളൊക്കെ തിരുത്തി നമുക്ക് ആ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ, എത്രത്തോളം. കൂട്ടുകാരനാണ് വണ്ടി ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരുടെ രാവിലെ തന്നെ ഇത്ര ഹോൺ അടിക്കുന്നത്? അവൻ ട്രാവലറിന് ഓട്ടം പോവാണ്, ആളെ കയറ്റുന്നത്. ഇപ്പോൾ ഓട്ടോ രാവിലെ തന്നെ എങ്ങോട്ടാണാവും? വലിയ വണ്ടിയിലെ ഓട്ടോ ഒക്കെ നമ്മൾ വിട്ടതാ. ജീവിതം അടുത്ത് തന്നെയാണ് അതിൻ്റെയൊക്കെ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, നമ്മുടെ സൈറ്റിലോട്ട് പോവാം. വിശേഷം പറഞ്ഞു തരുവാ. വീഡിയോ ലെങ്താക്കി എടുക്കണ്ട. ആരും ഇല്ലേ, ഗേറ്റ് പോലും തുറന്നിട്ടില്ല. ഞാൻ തന്നെ തുറക്കേണ്ടി വരുവാ. തള്ളിയിട്ട് നീങ്ങുന്നില്ല. ഓയിലൊന്നും ഒഴിക്കാത്തോണ്ടാന്ന് തോന്നുന്നു. നല്ല പിടിച്ചത്. നമ്മുടെയൊക്കെ അവസ്ഥ കണ്ട. പറഞ്ഞേലും 5 മിനിറ്റ് താമസിച്ചാണ് ഞാൻ എത്തിയത്. എന്നിട്ട് പോലും സൈറ്റിൽ ആരുമില്ല, ആരും തുറന്നിട്ടുമില്ല. ഇത് നമുക്കിനി പോസ്റ്റ്. എനിക്ക് ഈ ഓട്ടം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഓട്ടോറിക്ഷയായിട്ട് ഓട്ടത്തിന് ഇറങ്ങാൻ. അങ്ങനെ ഓടി ഓടി നിൽക്കാൻ. കണ്ട, ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവർമാർക്കെല്ലാം ഇത് ശീലമാണ്. ഈ എവിടെ പോയാലും ഇത് തന്നെ, പോസ്റ്റ്. അത് ഏത് മേഖലയിലുള്ള ഡ്രൈവർമാരാണെങ്കിലും ഇതൊക്കെ തന്നെ. എന്തായാലും വെയിറ്റ് ചെയ്യാം, വരട്ടെ എന്തായാലും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇവിടെ ഉള്ളവരെനിക്ക് പോസ്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഫോണിൽ വിളി വന്നായിരുന്നു. ഇവിടുത്തെ പണിക്കാർ വരാൻ ഇച്ചിരി താമസിക്കും. എനിക്ക് ഓട്ടം പറഞ്ഞു വിട്ട ആള് സമയം തെറ്റിച്ച് പറഞ്ഞു വിട്ടേ. ഇനി കുറച്ച് നേരം കൂടെ, ഒരു 10-15 മിനിറ്റും കൂടെ ഇവിടെ ഇരുന്നാൽ മതി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, അവർ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു. ഇവരുടെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഓർത്ത് ഈ സൈറ്റുകാർ തുറക്കാത്തതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നമുക്ക് ഓട്ടം തന്നിരിക്കുന്ന ആള് പറഞ്ഞു വിട്ട ടൈം തെറ്റിപ്പോയതാ. അതിൽ കുറച്ചൊരു 10-15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറാം. കഴിഞ്ഞ ദിവസത്തെ മറ്റേ ക്ലീനിങ്ങിൻ്റെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. അത് എഡിറ്റ് ഓൺ വോയിസിൽ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് വ്ളോഗായിട്ട് എനിക്ക് ലൈവ് വോയിസിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിപ്പം അത് കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റാം എന്തായാലും ഈ സമയം കൊണ്ട്. നല്ലൊരു കാര്യം. നമ്മുടെ പണിക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി കയറ്റി അകത്തോട്ട് കയറ്റി പിടിച്ചിട്ടുണ്ട്. സംഭവം ഒന്നും വേറെ ഒന്നുമല്ല, ഫ്ലൈവുഡാണ്, ഫ്ലൈവുഡ് ഐറ്റങ്ങളാണ്. അത് എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. ഒന്ന് കാണിച്ചാൽ എന്തുവാണ് അവർ കയറ്റുന്നതെന്ന്. കണ്ടില്ലേ, അതാണ് കയറ്റുന്നത്. എന്തായാലും ലോഡ് കയറ്റട്ടെ, ഫോൺ ഇവിടെ വെക്കാം, അവരൊന്ന് സഹായിച്ചു കൊടുക്കാം. ഓക്കെ.
വണ്ടിയിൽ എല്ലാ ലോഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ കാക്കാഴം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ കരിമാടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ വണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വണ്ടിയിൽ അധികം ലോഡൊന്നും ഇല്ല, കുഴപ്പമില്ലാത്ത ലോഡ്, വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോഡേ ഉള്ളു. പിന്നെ നനക്കാതെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു വണ്ടി. മഴ വല്ലതും വരുവാണെങ്കിൽ തറപ്പാട കൊണ്ടുവരും. സാധനം ഫ്ലൈവുഡ് സാധനമായതുകൊണ്ട് നനക്കാതെ നോക്കണമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അടുത്തടുത്ത വിശേഷങ്ങൾ ഓരോരോ വിശേഷങ്ങൾ കാണിച്ച് പോവാം. നല്ല വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വല്യോളം കട്ട് ചെയ്തേ ഉള്ളു. പോകുന്ന വഴി എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അമ്പലപ്പുഴ അല്ല കരിമ്പാടി എത്തി ലോഡ് ഇറക്കിയതിന് ശേഷം കഴിക്കാൻ നോക്കാം. അതുപോലെ തന്നെ 4 വീല് ഗുഡ്സ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണോ, ഇതേപോലുള്ള ചെറിയ വാഹനം ഗുഡ്സ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണോ ഈ വീഡിയോ കാണുന്നത് ആണെങ്കിൽ നിങ്ങൾ ഓടുന്ന വാഹനം ഏതാണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ കുറച്ചും കൂടെ സഹായമാവും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ടോപ്പിക്, ആ വണ്ടീനെ പറ്റിയുള്ള ടോപ്പിക് അനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് നോക്കാം. ഇപ്പം ഞാൻ ബജാജിൻ്റെ കൂടുതൽ ഇടുവാണെങ്കിൽ കൂടുതലകത്ത് ആപ്പ ഓട്ടനെ കുറിച്ച് ആൾക്കാർ മെസ്സേജ് കമൻ്റൊക്കെ ചെയ്ത് കണ്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ആപ്പക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട് ആപ്പേൻ്റെ വിശേഷങ്ങൾ അറിയാനെന്ന്. അതേപോലെ 4 വീലും ഗുഡ്സ് ഓടുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഏതാണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നോക്കൂ കേട്ടോ. എനിക്ക് അറിയാനാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ സൈറ്റിൽ വന്ന് ഇറക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിവിടെ ഇറക്കിയിട്ട് നമുക്ക് നേരെ കരുമാടിയിലോട്ട് പോകും. അവിടെ നിന്നുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് സാധനം അവിടെ ഇറക്കണമായിരുന്നു. ഇനി നമുക്ക് നേരെ അമ്പലപ്പുഴ കട്ട് ചെയ്ത് കരുമാടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ ആണെങ്കിൽ വിളിയും തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയും ഇത് കൊണ്ട് ഇറക്കിയിട്ട് വേണം എന്തെങ്കിലും പോയി കഴിക്കണം, അല്ലെങ്കിൽ ചായക്കടയിൽ പോയി ഭക്ഷണം കഴിക്കണം. വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ വെറും വെയിറ്റിൽ ഇറങ്ങുന്നത്. ആകെ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. രാവിലെ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വയറാന്തും. എന്നാലും ഇനി അങ്ങോട്ട് പോയി സാധനം കൂടെ ഇറക്കട്ടെ. ഇനി നേരെ കരിമാടിക്കുട്ടൻ ആ റൂട്ട്. റോഡ് കണ്ട അമ്പലപ്പുഴ റൂട്ടിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. റോഡ് അടിപൊളി റോഡാണ്. നമ്മുടെ തകഴിയിലോട്ട് പോകുന്ന കട്ട് ചെയ്യുന്ന റോഡാണിത്. പണ്ടത്തെ പോലെ അല്ല. ഞാൻ ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങിയ സമയത്തൊക്കെ ഈ റൂട്ടിലോട്ടൊക്കെ വരുമ്പോൾ വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശം റോഡായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്ക്, സൈഡിൽ നല്ല പാത്തി, ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലപ്പുഴ അമ്പലം. അമ്പലപ്പുഴ അമ്പലം അറിയാത്ത ആൾക്കാർ ആരും കാണത്തില്ല. ഫേമസ് ആണ് ഇവിടുത്തെ. ഒന്ന് തന്നെയുണ്ട്, അമ്പലപ്പുഴ ഉണ്ണി. ഞാൻ പാടിക്കുളവാക്കുന്നില്ല, നല്ലൊരു പാട്ടാണ്. ആ പാട്ട് കേൾക്കാത്തവർ ആരും കാണത്തില്ല. ആ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഭാഗത്തിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം വണ്ടി ഓടിച്ച് നമ്മൾ കരിമ്മാടിപ്പാലമാണ് കയറുന്നത്. ഇത് ഇത് റൈറ്റിലോട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കരിമ്മാടിക്കുട്ടൻ സ്റ്റാച്ചു ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് തകഴി റൂട്ടിലോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. സാധനം ഇറക്കാൻ വേണ്ടി പണിക്കാരൻ ബാക്കിയുള്ളവർ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 15 ഷീറ്റേ ഉള്ളൂ. അതെവിടെയാണ് വെക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അറിയാമെങ്കിൽ ഞാനും കൂടെ സഹായിച്ചു കൊടുത്തേനെ. പണിക്കാർ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അത് അറ്റമൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും അവർ ഇറക്കട്ടെ. പണിക്കാർ വരുന്നുണ്ട്, അവരിറക്കി മാറ്റട്ടെ. അങ്ങനെ നമ്മുടെ ആ സൈറ്റിലെ സാധനമെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ആ സൈറ്റിലെ പണിക്കാർ. അവർ അവിടെ തന്നെ ചായയൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ വെച്ച് കൈകാര്യം ചെയ്യുവാന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ഇറങ്ങാതെ പറഞ്ഞ് ചായ കുടിച്ചിട്ടൊക്കെ പോടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആലപ്പുഴ ചെന്നിട്ടൊരു എനിക്കൊരു ഓട്ടോ ഉള്ളതാണ്. എനിക്ക് ഇതിലല്ല, എനിക്ക് ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടോ ഉണ്ട്, പറഞ്ഞു വെച്ചാണ്. സമയനായി വരുന്നത്. ഇനി എനിക്ക് നേരെ ആലപ്പുഴ പോകണം. അത് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഇപ്പം നേരെ നമുക്ക് ആലപ്പുഴയിലോട്ട് പോവാം. ഓക്കെ, ഇറങ്ങിത്തിരിഞ്ഞ് നമ്മൾ വീണ്ടും അമ്പലപ്പുഴ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് ആലപ്പുഴ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് വേണം. ബൈപ്പാസിൻ്റെ പണി നടക്കുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് യൂട്ടിനടുത്ത് വേണം നമുക്ക് ആലപ്പുഴ പിടിക്കാം. കടയിൽ നോക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. 2-3 കടകൾ കണ്ട്, ഹോട്ടലുകൾ, വലിയ ഹോട്ടലുകളാണ് ഒന്നും വേണ്ട കയറി കഴിക്കുന്നത്. നമുക്ക് ചെറിയ കടയും ആയിരിക്കണം, എന്നാൽ നിറച്ച ആൾക്കാരോട് കയറുന്ന സ്ഥിരമായിട്ട് കയറുന്ന കടയും ആയിരിക്കണം. അങ്ങനെയുള്ള കടകളിലെ ഞാൻ കയറത്തുള്ളൂ. ഞാനല്ല, ഒരുമാതിരിപ്പെട്ട ഡ്രൈവർമാരെല്ലാം അങ്ങനെ ആയിരിക്കും കയറുന്നത്. പക്ഷെ ചെറിയ കടയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അവരുടെ വീർപ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെയല്ല, നല്ല ടേസ്റ്റാണ് സാധാ കട. പിന്നെ തിരക്കുള്ള കട നോക്കി കയറുന്ന പറഞ്ഞെന്നാൽ നല്ല കടകളിൽ എപ്പോഴും തിരക്ക് കാണത്തുള്ളൂ.
അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നല്ല കടകൾ ചെറിയ കടയാണ് ഞാൻ നോക്കുന്നത്. ചെറിയ കട പോകുന്ന വഴി എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കുന്നുണ്ട്. 2-3 വലുത് കണ്ട് നോക്കട്ടെ, പോകുന്ന വഴി കാണും. അല്ലെങ്കിൽ പിന്നെ പോകുന്ന വഴി നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന കടയുണ്ട് ഇവിടെ വണ്ടാനം അപ്പുറം വളഞ്ഞ വഴീൻ്റെ അവിടെ ഒരു കടയുണ്ട്. അല്ലെങ്കിൽ ആ കടയിലായാലും കയറാം. അപ്പം ഞാൻ അതേ വണ്ടി ഓടിച്ചിപ്പോൾ ഏകദേശം കാക്കാഴം പാലം കയറാൻ വേണ്ടി പോവാണ്. കാക്കാഴം പാലം കുറച്ചുകൂടെ ഉള്ളു അങ്ങോട്ട്. കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി ഒതുക്കാൻ എവിടെയും സ്ഥലമില്ല. ഈ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം കടേൻ്റെ ഒരു കുറച്ചിങ്ങോട്ട് മാറി തന്നെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി കഴിക്കാം. എന്താ ഉള്ളത് അതുള്ളത് കഴിക്കാം. പക്ഷെ ഒന്ന് കുടല് കരിഞ്ഞു പോയില്ലേ. അങ്ങോട്ട് പോവാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കൊള്ളാം, സൂപ്പർ. 2 പൊറോട്ട, 1 മുട്ട, ചായ, ഒരു ആശ്വാസം. സമയം തെറ്റിയാണ് കഴിക്കുന്നത്. ഇറങ്ങുന്നില്ലായിരുന്നു, എന്നാലും കഴിച്ച്. വിശപ്പുണ്ടായിരുന്നല്ല, അതുകൊണ്ട് കഴിച്ച്. പിന്നെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്ഥിരം പോലെ സാധാരണ കപ്പലണ്ടി മിഠായിയാണ് കഴിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷേ കടയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ച് ചെറിയ മിഠായി എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഇറങ്ങത്തുള്ളൂ. കപ്പലണ്ടി മിഠായിയാണ് സാധാരണ കഴിക്കുന്നത്. കപ്പലണ്ടി മിഠായി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതാ കിട്ടിയ എന്തുവാ ഇതിന്, നാരങ്ങ മിഠായി. നാരങ്ങ മിഠായി ഇല്ല. അങ്ങനെ നേരെ നമുക്ക് നേരെ ആലപ്പുഴ വെക്കും, വണ്ടിയോട് പോവാം. അതിനുമുമ്പ് നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന അവിടെ തമിഴ്നാട് പോയപ്പോൾ ഒരു ടൂൾസ് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ലായിരുന്നു, സർവീസ് ചെയ്യാൻ വേണ്ടി. അത് വെള്ളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആ ടൂൾസ് എടുത്ത് വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് ഈ വണ്ടി ഇടുന്ന സ്ഥലത്തോട്ട് പോകാൻ. ഇത് ആ ടൂൾസ് ഗോഡണിൽ കൊണ്ട് വെക്കുകയും വേണം. അപ്പോൾ നേരെ ഇനി വെള്ളക്കിണറിലോട്ട് ഇവിടുന്ന്. നമ്മുടെ ഈ വണ്ടിക്ക് ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷമേ വണ്ടിക്ക് ഒന്നും കൂടെ നല്ല പുള്ളിങ് കിട്ടുന്നുണ്ട്. നല്ല കാല് കൊടുത്തിട്ട് നന്നായിട്ട് കയറുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ് കേട്ടത്. പക്ഷെ നല്ല ചവിട്ടിട്ട് നല്ല പുള്ളിങ്. ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നല്ല ചവിട്ടിട്ട് പെട്ടെന്ന് കയറുന്നുണ്ട് വണ്ടി. എന്താണെന്ന് അറിയത്തില്ല. ഇത് ഓയിൽ മാറാനായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം വണ്ടിക്ക് ചെറിയൊരു വലിവില്ലായ്മ പോലും ഉണ്ടായിരുന്നു. ഓയിൽ ചേഞ്ച് ചെയ്തപ്പം വണ്ടി ഒന്നുകൂടെ സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് വലിവുണ്ട് ഇപ്പോൾ അത്യാവശ്യം. പിന്നെ വേറെയുള്ള വാഹനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ദോസ്താകട്ടെ പിക്കപ്പൊക്കെ ആകട്ടെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവന്മാരൊക്കെ ആ വണ്ടിയൊക്കെയാണ് രാജാക്കന്മാർ. ഈ വണ്ടിയൊന്നും ഒന്നുമല്ല. പിന്നെ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഓടണമെങ്കിൽ ഇവന്മാരുടെയൊക്കെ ആവശ്യമുള്ളൂ, ഇതേപോലുള്ള വണ്ടീൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. നമുക്ക് മൈലേജ് കൂടുതൽ പിടിച്ചോടണമെങ്കിൽ ഇതേപോലുള്ള വാഹനങ്ങൾ ഓടിച്ചാൽ നമുക്ക് മൈലേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഹൈ റേഞ്ച് മേഖലയിലൊക്കെ ആണെങ്കിൽ ദോസ്ത് പിക്കപ്പ് അതുപോലെയൊക്കെ. അപ്പോൾ അതനുസരിച്ച് അവിടെ റേറ്റും കിലോമീറ്റർ മാറ്റവും മാറും. അങ്ങനെ എന്തായാലും സംസാരിച്ച സമയം കളയുന്നില്ല. നേരെ നമ്മുടെ ആലപ്പുഴയല്ലോ വെള്ളക്കടവ് ടൂൾസ് എടുക്കണം. നമ്മുടെ സ്വന്തം ആലപ്പുഴ മാർക്കറ്റ് വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ ടൂൾസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഗോഡൗണിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് കൊച്ചുപള്ളിയുണ്ട്, അവിടെയാണ് വണ്ടി ഇടുന്നത്. താക്കോല് കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട്. ഇപ്പം തന്നെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് മേളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നേരം വരെ നിങ്ങൾ എന്നെ സഹിച്ചല്ലേ. എന്തായാലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് കൂടുതൽ വർത്താനമൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോയിൽ ഓക്കെ.